ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് റംസാനൊക്കെ അടുപ്പിച്ചിട്ട് ചെറിയൊരു ക്ലീനിങ് ഉണ്ട്. അതേപോലത്തെ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനുമാണ് കേട്ടോ. മോർണിംഗ് ടു ഒരു ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നാസ്നീൻ ഫാമിലിയിലേക്ക് സ്വാഗതം. രാവിലെ ഒരു 5:30ക്കാണ് കേട്ടോ ഞാൻ രാവിലെ എണീക്കാറുള്ളത്. സ്കൂളൊക്കെ ഉള്ള ദിവസം പ്രത്യേകിച്ച് 5:15, 5:30 ആ ഒരു ടൈമിന് എണീക്കണം. എന്നാലേ എല്ലാ കാര്യങ്ങളും ഒരു 7:30 ആകുമ്പോഴേക്കും ആവുള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ രാത്രി അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതേപോലെ ഒരു കുഞ്ഞ് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. സാധാരണ വലുതുണ്ട്, പക്ഷേ പാപ്പൂനൊക്കെ ഇഷ്ടം കുറച്ച് ചെറിയ ഇഡ്ഡലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ചെറിയൊരു തട്ടിലാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. ഇഡ്ഡലി മാവൊക്കെ നല്ല കറക്റ്റ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇഡ്ഡലി ഉണ്ടാക്കുമ്പം സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ ആവും കേട്ടോ. പക്ഷെ അത് ഞാൻ താഴെ എനിക്ക് സ്റ്റൗവിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റൗവിലായി കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഈ 2 തട്ടിലും കൂടെ ഒഴിച്ച് വെച്ചിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേയും 2-3 ചെറിയ ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നോർമൽ നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന മാതിരി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വേഗം തന്നെ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് രാവിലെ കുറച്ച് തിരക്ക് കുറവുള്ളത്. ആമയ്ക്കൊന്ന് ചോറ് വേണ്ട കേട്ടോ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ. അവിടെ സ്നാക്സ് ഇതേപോലെ കടികളൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അന്ന് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് വേണ്ടാന്ന് പറയാം. അല്ലെങ്കിൽ ഈ സമയത്തേക്ക് നമ്മൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ ഞങ്ങൾ ആരും തന്നെ രാവിലെ ഒരു ബെഡ് കോഫി പരിപാടി ഉള്ളവരല്ല കേട്ടോ. പക്ഷേ ഇവിടെ പാപ്പൂന് മാത്രം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സമയത്ത് ഇഷ്ടമാണെങ്കിലും നിർബന്ധമില്ല. ആമി തീരെ ചായ കുടിക്കില്ല കേട്ടോ. ആമിക്ക് എപ്പോഴും വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേഗം ആമീനെ റെഡിയാക്കിയിട്ട് വിടാമെന്നുള്ള കേട്ടോ. ആമി റെഡിയായിട്ട് വരും. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ബസ്സിൻ്റെ സമയമാകുമ്പോഴേക്കും അവൾക്ക് കഴിച്ചു കഴിയാനുള്ളൊരു ടൈം ഉണ്ടാവണം. അങ്ങനെ ആമി പോയി കഴിഞ്ഞ പാടന്നെ ഞാൻ വേഗം ചെടിയൊക്കെ നനയ്ക്കാൻ ഇറങ്ങിയതാട്ടോ. ഒരു മഞ്ഞുള്ളതുകൊണ്ട് തന്നെ പാപ്പ ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഈ തണുപ്പ് മുഴുവൻ അടിച്ചിട്ട് അവൾക്ക് പെട്ടെന്ന് തുമ്മാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം പോവുക ഈ ചെടി നനയ്ക്കാൻ ഇറങ്ങുമ്പോഴാട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചെടി കാണുമ്പോൾ ഇതിന് ശരിയാക്കണം, അല്ലെങ്കിൽ ഇതിനെ ഈ പോട്ടിലേക്ക് മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ടൈം മൊത്തം എൻ്റെ സമയം കൂടുതൽ പോകുന്നൊരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്നും ചെയ്യാതെ എനിക്ക് കുറച്ചല്ലാതെ റംസാനൊക്കെ അനുബന്ധിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നനച്ച് എൻ്റെ മൈൻഡ് മാറുന്നതിൻ്റെ മുന്നേ അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ മതിലിങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ക്രീപ്പറാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ തന്നെ
ഞങ്ങൾ ചെറിയ തൈകൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തായിരുന്നു കേട്ടോ താഴെ ഇങ്ങനെ. അപ്പോൾ ഇപ്പം അതിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഫുള്ളൊരു പച്ചപ്പായി കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ മതിലിന് പെയിൻ്റ് അടിക്കുകയും വേണ്ട, അതേപോലെ എപ്പോഴും നല്ലൊരു ഗ്രീനായിട്ട് ഒരു ഗ്രീനിഷ് ആ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട പ്ലാന്റ് അല്ല. അത്യാവശ്യം നന്നായിട്ട് നനയ്ക്കുക, അതുപോലെ ഇടയ്ക്ക് വല്ല ചെതലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പടർന്നു പിടിക്കും. ഞാൻ ചെടിയൊക്കെ നനച്ച് കഴിയുമ്പോഴേക്കും തന്നെ അകത്തൊരാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അയാളുടെ ഡോറൊക്കെ തുറന്നു വരുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ വേഗം ചെടി നനയ്ക്കുന്നതൊക്കെ നിർത്തി വന്നതാട്ടോ. പാപ്പു എണീറ്റ് വന്നാൽ വേഗം തന്നെ അവളെ എടുക്കണം, അവൾക്ക് കുറേ ഉമ്മയൊക്കെ കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവളോട് നമ്മൾ ചോദിക്കണം ഇന്നെന്താ സ്വപ്നം കണ്ടത്. അപ്പോൾ അവൾ ഏതെങ്കിലും ഒരു കാര്യം പറയും. ഒന്നെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ആരെയാ ഇഷ്ടമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയും കേട്ടോ. അത് അവളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. സ്വന്തമായിട്ട് ബ്രഷൊക്കെ ചെയ്യും, പക്ഷേ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കൂടെ നിന്ന് കൊടുക്കണം. നല്ല ഇഷ്ടമാണ് എല്ലാം ചെയ്ത് രാവിലെ റെഡി ആവുന്നതൊക്കെ കേട്ടോ. പാപ്പൂനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ നിർബന്ധമുള്ള ആൾ കേട്ടോ. അതുകൊണ്ട് പാപ്പൂനെ കണ്ടിട്ടിപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ പാപ്പുവിൻ്റെ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സൺസ്ക്രീനും അതേപോലെ ഈ ഒരു കോമ്പ് നാസി ഇപ്പം അടുത്ത് വാങ്ങിച്ചതിലുള്ള കേട്ടോ. പക്ഷെ അതുകൊണ്ട് മുടി അങ്ങനെ കറക്റ്റ് കിട്ടില്ല. പക്ഷെ അവളെപ്പോഴും അത് കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കുക രാവിലെ കേട്ടോ എണീറ്റ് വന്നപാട്. അപ്പം മുടിയൊക്കെ ഇതാ കെട്ടിക്കഴിഞ്ഞു. ഇനി അവൾ ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഇടാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റായിട്ടുള്ള സൺസ്ക്രീനാണ്, അത്ര ഹാർഡൊന്നുമല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനും പാപ്പ ഒരുമിച്ചാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇനി അവൾ കുറച്ച് നേരം ഇവിടെ ഊഞ്ഞാലൊക്കെ ആടി ഇരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് വേഗം ഞങ്ങൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് രാവിലെ കഴിക്കുക. അപ്പോൾ ഞങ്ങളൊരു ലോങ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന രണ്ടാളും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ ബെഡ്റൂം ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇനി അടുത്തൊരു ഏറ്റവും വലിയ ഏരിയ ആണ് കേട്ടോ കിച്ചണിൽ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പം സാധാരണയിൽ ആമി പോകുമ്പോഴേക്കിനും ചോറും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് പണിയായിരിക്കും. നേരത്തെ കഴിയുമ്പോൾ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് ഇനി വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് മെനു ഒന്നുമില്ല കേട്ടോ. ഞങ്ങളൊരു പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇവർക്ക് എന്തെങ്കിലും ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും വേണം. ഫിഷ് വലിയ താല്പര്യമില്ല.
അധികവും ചിക്കനായിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിലും രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. മൊത്തത്തിൽ ആ ഒരു സമയത്ത് ഒന്നായിട്ട് ഇതാവരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി വേഗം തന്നെ ചോറൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചോറ് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൊത്തത്തിൽ പാത്രങ്ങളാവുമ്പം നമ്മൾ ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലത്തത് വേഗം തന്നെ അങ്ങ് കഴുകി വെച്ചാൽ ആ ഒരു കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ നമുക്ക് പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കേൻ്റെ കുരു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുന്നേ ഒരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു ഇന്ന് അത് വെച്ചിട്ടൊരു കറി ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അത് ശരിക്കും മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് കറി വെക്കാറ്. അപ്പം ഞാനിന്ന് മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് മാത്രം വേവിച്ചിട്ട് കാന്താരിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് ഒന്ന് വറവിട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണേ. ഇവിടെ കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 3-4 ചെറിയുള്ളിയും അതേപോലെ 2-3 വറ്റൽ ഉണ്ടമുളക് കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ള അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. അതിനുശേഷം ഞാനത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ പൊട്ടുന്ന രീതിയിലാവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ പുളിയും നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി രാവിലത്തെ ബാക്കിയുള്ള ഇഡ്ഡലി മാവൊക്കെ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നാളെ വേണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് നെയ്റോസ്റ്റോ മസാല ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ പാപ്പുവിന് ഇതേപോലെ ചിലപ്പോൾ ഇഡ്ഡലി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കറക്റ്റ് വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ രാവിലെ ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. രാവിലെ കുറച്ച് ഇഡ്ഡലിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ അന്നത്തെ ദിവസം. പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ദോശയൊക്കെ ആക്കാമല്ലോ. അപ്പോൾ കുറച്ചൊരു ഈസി ആവുന്ന ഒരു പരിപാടിയാണ് ഇതേപോലെ മാവൊക്കെ ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി റംസാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഫിൽറ്റർ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും തീർക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി കുറേ ദിവസം ഉണ്ടല്ലോ നോമ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റുന്ന രീതിയിൽ ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ തീർക്കുന്ന കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചൊരു എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ടയേർഡാവും. അപ്പം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ഓരോ ദിവസം ചെയ്യാം കേട്ടോ ചെയ്യുക. അപ്പോൾ ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ അഴിച്ച് കഴുകണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് തന്നെ ഉണ്ടാവുമല്ലോ ഒരു ഗ്രീൻ കളറൊക്കെ ആവുക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ കാര്യം ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും പക്ഷേ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം കേട്ടോ. നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. കുറേ എന്താ പറയുക വീടൊക്കെ നല്ല വൃത്തിയാവുക, അതുപോലെ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്ത് വെക്കുക, കുറേ കാര്യങ്ങൾ ഒരുങ്ങി വെക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പിൻ്റെ സമയത്ത് ക്ലീനിങ്ങിന് ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അപ്പോഴേക്കിനും ഇത് അവിടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കാന്താരിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് വെക്കാൻ വേണ്ടി പോവാണേ. ഈ ചക്കക്കുരുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെമ്മീനും അതുപോലെ തേങ്ങയൊക്കെ അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ, പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇങ്ങനെ വെച്ചാലും ഈ ഒരു കറിയും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ ഒരു കറി സെറ്റായി കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം വേസ്റ്റൊക്കെ ഞാനിതാ ഇങ്ങനെ ഇവിടെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറുള്ളത്. നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതുതായിട്ട് വാങ്ങിച്ചിട്ടില്ലാണ് കേട്ടോ. ഇത് കുറച്ച് ഈസിയാണ്. ഇങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഫുഡ് വേസ്റ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഇതേപോലെ ഒരു പൗഡർ ഉണ്ട്, അതും ജസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചില സമയത്ത് കോക്ക്പിറ്റോ എന്തെങ്കിലും ഇട്ടാൽ മാത്രം മതി കേട്ടോ. നമുക്ക് വല്ല സ്മെല്ലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ
അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഇത് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കിച്ചണ്. ആദ്യം തന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അതിനുശേഷം ഇതേപോലെ ഒരു ലിക്വിഡ് ഇട്ട് ജസ്റ്റ് നന്നായിട്ട് ക്ലീനായിട്ട് തുടയ്ക്കും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ കുക്ക് ചെയ്തതിൻ്റെ എല്ലാ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയി കിട്ടുള്ളൂ കേട്ടോ കിച്ചൺ. ഇനി ഈ കബോർഡിൻ്റെയൊക്കെ ഡോറുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കൈ വെച്ച് പിടിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ അവിടെയൊക്കെ ഇങ്ങനെ അടയാളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഏരിയയിലൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഡെയിലി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചൺ ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ തന്നെ എളുപ്പമായിരിക്കും കേട്ടോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും. പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചണൊക്കെ ആവുന്ന സമയത്ത് നമ്മളെപ്പോഴും നീറ്റായിട്ട് വെക്കണം. ഇനി അതേപോലെ ഫ്രിഡ്ജ് ഒന്ന് തുടച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് ഞാൻ മിക്ക ദിവസങ്ങളിലും ചെയ്യാറുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ മേലെയൊന്നും അധികം പൊടികളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ കിച്ചണിൻ്റെ ഒക്കെ ഏകദേശം ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇനി കിച്ചണിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ക്ലീനിങ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അല്ലാതെ കിച്ചണിൻ്റെ തന്നെ കിച്ചൺ ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിലുണ്ട്, കയറി കണ്ടാൽ മതി. ഇനി ഇതാ ആമീൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുള്ളത് എടുത്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ അവൾ മേലെ അവളുടെ ബാസ്ക്കറ്റിലിട്ടതൊക്കെ ഞാൻ എടുത്തു. ഇനി അവളെ റൂമും ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അവിടെ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് റൂമിൽ അങ്ങനെ ഒരുപാടൊന്നും ശരിയാക്കി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ട് ഞാനും പാപ്പും പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വിശന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചീര താളിച്ചതും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടക്കറിയും, പിന്നെ ഇതൊക്കെയാണ്, ഒരു മുട്ടയും വറുത്തു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ പാപ്പുവിന് ആദ്യം ഫുഡ് കൊടുത്തു കേട്ടോ. അവൾക്ക് ആദ്യം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുളിയും കാര്യമൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ അവൾ ഫ്രഷ് ആക്കിയിട്ട് അവൾക്ക് ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എൻ്റെ നിസ്കരിക്കാനും അതേപോലെ എല്ലാത്തിനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അവളെ ആദ്യം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ പോയിട്ട് ഒന്ന് സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്നേ കേട്ടോ. അപ്പോൾ ഇവിടെ പാപ്പുവിൻ്റെ ഡാൻസും പരിപാടിയൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ചെടിയൊക്കെ നനച്ചു കൊടുക്കണം. ഒരു വൈകുന്നേരം ആവുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിരുന്നത്. അപ്പോൾ പാപ്പു ആദ്യം തന്നെ ഇവിടെയുള്ള ഇലകളൊക്കെ പെറുക്കി കളയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്കൊന്ന് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര ഡാൻസിലൊക്കെയാണ്. അപ്പോൾ എന്നോട് ഇതൊക്കെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പാട്ടൊക്കെ വെച്ചിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആമി വരുന്ന സമയം വരെ ഇവിടെ ഫുൾ എൻജോയ് ചെയ്യണേ. ഇനി ആമി വന്നിട്ട് വേണം അവളുടെ കൂടെ ബാക്കിയുള്ള കളികളൊക്കെ കളിക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ കേട്ടോ. അതുവരെ ആളിവിടെ ഫുൾ എൻജോയ് ചെയ്യാണ്. എൻ്റെ അടുത്ത് ഒരു ജോലിയും ചെയ്യാതെ ഫുൾ ടൈം ഗാർഡനിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ എനിക്കതാണ് കേട്ടോ ഇഷ്ടം. അതിനാകുമ്പം സമയം പോകുന്നതും അറിയില്ല, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികളും ഒന്ന് ശരിയാക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാ പോട്ടൊക്കെ ഒന്ന് മാറ്റി അതുപോലെ കുറച്ച് ഭംഗിയാക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നും അതിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ ഇങ്ങനെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് മാറ്റണമല്ലോ,
അപ്പോൾ ഇതിനെങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെയാണ് ഞാൻ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ചെടികളൊക്കെ മൊത്തത്തിൽ നിന്ന് മാറ്റി ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെടീനോടൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന്. അപ്പോൾ വൈകുന്നേരത്തെ ചെടി നനയ്ക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആമി വരാനുള്ളൊരു സമയമായേ. അപ്പോഴേക്കിനും പാപ്പു പറയുന്നുണ്ട് അവൾക്ക് വിശക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കി തരണം കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഒന്നുകൂടി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ഒരു 2 റസ്കൊക്കെ വെച്ചിട്ട് അവൾക്കുള്ള ഒരു വൈകുന്നേരത്തെ സ്നാക്സായിട്ട് ഇപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. ഇഡ്ഡലി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രിയും രാവിലെയൊക്കെ അവൾ മിക്കപ്പോഴും അത് തന്നെയാണ് കേട്ടോ കഴിക്കുക. പിന്നെ അത് ആമിക്കുട്ടിയും വന്നു. ആമിക്കുട്ടി ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് TV ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവളുടെ കൂടെ കുറേ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.